നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 10 ദിവസത്തോളം വളരെ സമാധാനത്തോടെയായിരുന്നു പോയിരുന്നതെങ്കിലും പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായതോടെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ആക്രമണം നടത്തി എന്നുള്ള വാർത്തകൾ വന്നതോടുകൂടെ വീണ്ടും യുദ്ധഭീതി ശക്തമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ അമേരിക്ക ഇറാൻ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ഒരു താൽക്കാലിക വിരാമമായി എന്നുള്ള ഒരു സൂചനകൾ പുറത്തു വരുന്ന സമയമാണ് ഇപ്പോൾ. ഇരു രാജ്യങ്ങളും ആക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ദോഹയിൽ വീണ്ടും ഇവർ ചർച്ച ചെയ്ത ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കിയേക്കും എന്നുള്ള സൂചനകളും പുറത്തുവരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ദീർഘകാല സമാധാന കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ടായിരുന്നു ആക്രമണങ്ങൾ നടന്നത്. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി ഭിന്നാഭിപ്രായം രൂക്ഷമായതിനെ തുടർന്നായിരുന്നു ഇത്തരം ആക്രമണങ്ങൾ. എന്നാൽ ഇതിൽ വീണ്ടും ഒരു സംസാരവും ചർച്ചകളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. നാളെ അതുകൊണ്ട് തന്നെ ഈ ചർച്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഈ പ്രതിസന്ധികളെയൊക്കെ അവസാനിപ്പിക്കാൻ ഈ ചർച്ച കൊണ്ട് കഴിയുമോ എന്നാണ് യുദ്ധനിരീക്ഷകർ ഒന്നടങ്കം വീക്ഷിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ സൈനിക ഏറ്റുമുട്ടലിലൂടെ ലക്ഷ്യം നേടാനാകില്ല എന്ന് ഇരു രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതകളിൽ ഒന്നായതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ അമേരിക്കയ്ക്കും ഇറാനുമേലുള്ള സമ്മർദ്ദം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 17-ന് നിലവിൽ വന്ന സമാധാന കരാറോടെ കപ്പലുകളുടെ സഞ്ചാരത്തിന് തുടക്കം കുറിച്ചിരുന്നുവെങ്കിലും ശനിയാഴ്ച കടലിടുക്ക് വീണ്ടും അക്രമാസക്തമായി എന്നുള്ള വാർത്തകളാണ് പുറത്തുവന്നത്. ഇതാണ് ലോകരാജ്യങ്ങളെ ചൊടിപ്പിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദോഹയുടെ നേതൃത്വത്തിൽ നാളെ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ച അതിൽ പ്രധാനമായിട്ടും നയതന്ത്ര കാര്യങ്ങൾക്കാകും പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് സൂചന. എന്നാൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ പ്രതികരണം ചർച്ചകൾ എളുപ്പമാകില്ല എന്നുള്ള സൂചനകളും നൽകുന്നുണ്ട്. ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാന്റേതാണ് എന്ന അഭിപ്രായത്തോടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇവിടെ പ്രധാനമായിട്ടും നിൽക്കുന്നത്. ഇറാൻ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് രാജ്യം തയ്യാറല്ല എന്ന തരത്തിലുള്ള സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. കപ്പൽ ഗതാഗതത്തിൽ തങ്ങളുടെ ആധിപത്യം അംഗീകരിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. മറുവശത്ത് അമേരിക്കയുടെ നിലപാടും വ്യക്തമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരണം എന്നാണ് ട്രംപിന്റെ ആവശ്യം. അതിനാൽ ദോഹയിലെ ചർച്ചകളിൽ പ്രധാന തർക്ക വിഷയമാകുക സുരക്ഷയേക്കാൾ നിയന്ത്രണാവകാശം തന്നെയായിരിക്കും. ഇതിനിടെ അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ യുദ്ധനയത്തിനെതിരെ വിമർശനങ്ങൾ ശക്തമായി. യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ മറിയുകയാണെന്നും വ്യക്തമായ വിജയമാണെന്നും കൈവരിക്കാൻ സാധിക്കുന്നതെന്നും ഒക്കെയാണ് പ്രതിപക്ഷം വീണ്ടും ആരോപിക്കുന്നത്. സ്വന്തം പാർട്ടിയെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ട്രംപിന് വിമർശനം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിനിടയിൽ യുദ്ധാനന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് അടിയന്തരമായി $87.6 ബില്യൺ അനുവദിക്കണമെന്നായിരുന്നു വൈറ്റ് ഹൗസ് അമേരിക്കൻ കോൺഗ്രസിനോട് കഴിഞ്ഞ ദിവസത്തിൽ ആവശ്യപ്പെട്ടത്. ഇതിനിടയിലാണ് അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തി എന്നത് പ്രതിപക്ഷം ആരോപണമായി കഴിഞ്ഞ ദിവസം ഉന്നയിക്കുന്നതും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാനെതിരെയുള്ള സൈനിക നടപടിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഈ പ്രമേയം കോൺഗ്രസ് പാസാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് യുദ്ധത്തിനാവശ്യമായിട്ട് $87.6 ബില്യൺ അനുവദിക്കണം എന്നുള്ള ട്രംപിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇത് നൽകുമോ എന്നുള്ള കാര്യത്തിൽ ചോദ്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള സൈനിക നടപടി അതേക്കുറിച്ചുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ ചർച്ചകളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമേരിക്കയിൽ നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഇറാനുമായുള്ള യുദ്ധം രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണ നേടാനായില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന സർവേകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ട്രംപിന്റെ സമാധാന കരാർ എന്ന വിമർശനവും രാജ്യത്ത് ഒന്നടങ്കം ചർച്ചയായിട്ടുണ്ട്. ഇറാനുമായി നിലവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും യുദ്ധ ചെലവിനെ ചൊല്ലിയുള്ള ആശങ്കകൾ നിലവിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ കോൺഗ്രസിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ധനസഹായ നിർദ്ദേശം അംഗീകാരം നേടുക എന്നത് എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തൽ. ആവശ്യപ്പെട്ടിരിക്കുന്ന തുകയിൽ നല്ലൊരു ശതമാനം സംഖ്യയും പ്രതിരോധ വകുപ്പിനായാണ് നീക്കിവെച്ചിരിക്കുന്നതെന്നാണ് കോൺഗ്രസിന് സമർപ്പിച്ച അഭ്യർത്ഥനയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. $21 ബില്യൺ ആയുധങ്ങളും മിസൈലുകളും ഉൾപ്പെടെയുള്ള സൈനിക ഉപകരണങ്ങൾക്കായാണ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. $17.3 ബില്യൺ യുദ്ധ പ്രവർത്തനങ്ങളുടെയും സൈനിക ഓപ്പറേഷനുകളുടെയും ചെലവുകൾക്കായും നീക്കി
നീക്കിവച്ചേക്കും. $12.1 ബില്യൺ രഹസ്യ പദ്ധതികൾക്കായിട്ടുമൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇത് പാസ്സാകുമോ, ഇത് നൽകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്.